നല്ലവരായ സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം ഇന്ന് ഒക്ടോബർ മാസം 11, 2025. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാലയുടെ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിൽ മൂന്നാമത്തെ ദിവ്യരഹസ്യമാണ് നമ്മൾ ഇന്ന് വിചിന്തന വിധേയമാക്കുന്നത്. യേശുവിൻ്റെ ജനനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയും, ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും ഒന്ന് വായനയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 2-3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, യേശുവിൻ്റെ ജനനം പരിശുദ്ധ അമ്മയുടെ കന്യത്വത്തെ നിലനിർത്തിക്കൊണ്ടാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധ ദൈവമാതാവ് കന്യകയായി തന്നെ യേശുവിന് ജന്മം കൊടുത്തു എന്നതാണ്. ഇത് കോൺട്രവേഴ്സിലാണ്. ഇന്നത്തെ ചിന്ത അനുസരിച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കാത്തതാണ്. അതിൻ്റെ ഒരു വശം. ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ ജനനം എന്നതൊരു സദ്വാർത്തയാണ്. സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ഒരു സദ്വാർത്തയാണ്. ഇവിടെ സദ്വാർത്ത എന്ന് വെച്ചാൽ അഗസ്റ്റസ് സീസർ പേരെഴുതിക്കണം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പേരെഴുതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പേരെഴുതി ചേർക്കണം. അപ്പം സ്വന്തം നാട്ടിലേക്ക് ഓരോരുത്തരും തിരികെ പോവുകയാണ്. അങ്ങനെയാണ് ജോസഫും മേരിയും ബെത്ലഹേമിലേക്ക് തിരികെ പോകുന്നത്. ജോസഫും മേരിയും ബേത്ലഹേമിലേക്ക് തിരികെ പോകുന്ന സമയത്താണ് മറിയത്തിന് പ്രസവ സമയം അടുക്കുന്നത്. അങ്ങനെ പ്രസവ സമയം എടുക്കുമ്പോഴാണ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശുവിന് ജന്മം കൊടുക്കുന്നത്, കടിഞ്ഞൂൽ പുത്രനായ യേശുവിന് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പേരെഴുതി ചേർക്കപ്പെടുക, ലോകത്തിലുള്ള എല്ലാവരുടെയും പേരെഴുതി ചേർക്കപ്പെടണം. ഇത് അത്യാവശ്യം ചിന്തിക്കേണ്ട ഒരു ഭാവമാണ്. അതായത് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന ലോകത്തിൽ പേരെഴുതി ചേർക്കപ്പെടണം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ യേശു ഉപയോഗിക്കേണ്ട ഒരു വാക്ക്. എല്ലാവരും സുവിശേഷം അറിയപ്പെടണം. സുവിശേഷം അറിയപ്പെടുക എന്ന് വെച്ചാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളാകണമെന്നല്ല. അങ്ങനെ തെറ്റിദ്ധാരണയൊന്നുമില്ല. അതങ്ങനെ തെറ്റിദ്ധാരണ പാടുമില്ല. അങ്ങനെ ഒരു പ്രസംഗകരും അങ്ങനെ ചെയ്യരുത്, എൻ്റെ അഭിപ്രായമാണേ. അതായത് നമുക്ക് ഒരു ചെടിയുണ്ട്, ആ ചെടിയിൽ നല്ലൊരു പൂവുണ്ട്, ആ പൂവ് ഇതാ ഉണ്ട് എന്ന് പറയുകയാണ്. ഇഷ്ടമുള്ളവർ വരട്ടെ, ഇഷ്ടമുള്ളവർ പോകട്ടെ. അതാണ് സുവിശേഷത്തിൻ്റെ സത്യം. അതാണ്, ആരെയും ഫോഴ്സ് ചെയ്യുന്നതല്ല. അതൊന്നും. അപ്പോൾ അഗസ്റ്റസ് സീസറിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജന്മത്തെ പറയുന്നില്ലെങ്കിലും ലോകത്തിലുള്ള എല്ലാവരുടെയും പേരെഴുതി ചേർക്കപ്പെടേണ്ട പുസ്തകം പിറന്ന ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ ജന്മദിവസം. അത് അവിടെ സന്തോഷമാകട്ടെ. അതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ യേശുവിൻ്റെ ജന്മത്തിന് ഒരല്പം പ്രയാസം വിഷമം ഉണ്ടായത് ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് പറയുന്നു. എന്നാൽ ജോസഫിനെ വിടാതെ പിന്തുടർന്ന പരിശുദ്ധാത്മാവുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവിടെ ജോസഫിനെ ബലപ്പെടുത്തുകയാണ്. താങ്ങേണ്ടവനെ താങ്ങി നിർത്തുന്ന കർത്താവ്. ഇണയോ തുണയോ ആകേണ്ടവന് പിണക്കം ചേരാതെ ഇണക്കം കൊടുക്കുന്ന കർത്താവ്. ആണ് കർത്താവിൻ്റെ പ്രത്യേകത. നിങ്ങൾ അവനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അവനും കൂടെ നിൽക്കും. ഇനിയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ കരുതുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും ദൈവം സഹായിക്കും. അതാണ് എൻ്റെ ചിന്ത. അവിടെ എന്നിട്ട് യേശുവിന് ജന്മം കൊടുക്കുകയാണ്. അതായത് പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. മറിയം യേശുവിന് ജന്മം കൊടുക്കുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്. അപ്പോൾ ഈ കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ ജന്മത്തിൽ സംഭവിക്കുന്ന 3-4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യേശുവിൻ്റെ ജനനത്തിന് മുമ്പേ നക്ഷത്രങ്ങൾ അതിൻ്റെ വാലുകൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതായത് വാൽ നക്ഷത്രം ആകാശത്തിൽ, ഇന്ന് ശാസ്ത്രത്തിലേക്കുള്ള വാൽ നക്ഷത്രമുണ്ട്. വാൽ നക്ഷത്രം ആകാശത്തിൽ തെളിഞ്ഞു. ആട്ടിടയന്മാർ ഉറങ്ങുന്ന ഊരുകളിൽ നിന്ന് പന്തം കൊളുത്തിപ്പിടിക്കുക. പന്തം കൊളുത്തിപ്പിടണം ബൈബിളിലുണ്ട് കേട്ടോ. ആട്ടിടയന്മാരാണ് പന്തം കൊളുത്തിപ്പിടണം ആദ്യം തുടങ്ങി. പന്തം കത്തിച്ചുകൊണ്ട് യേശു ജനിച്ച സ്ഥലത്തേക്ക് വരികയാണ്. അതുകൂടാതെ രാജാക്കന്മാർ തൻ്റെ രാജകൊട്ടാരങ്ങളിൽ നിന്ന് വിട്ടിട്ട് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് പൊന്നു മിറ കുന്തിരിക്കം കാഴ്ചവെക്കുകയാണ് യേശുവിൻ്റെ ജനനത്തിന്. എന്നിട്ട് അവർ മുട്ടുകുത്തുകയാണ്. ആരുടെ മുമ്പിലാണോ പ്രജകൾ മുട്ടുകുത്തുന്നത്, ഇന്ന് പ്രജ എന്ന് വിളിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ നാട്ടിലുണ്ട്, അത് വാൽകഷ്ണം പോലെ കിടക്കട്ടെ. ആ പ്രജകൾ മുട്ടുകുത്തുന്നത് ആ മുട്ടുകുത്തുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ രാജാവ് വന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട്
യേശുവിൻ്റെ ജന്മസമയത്ത് മറ്റൊരു പ്രത്യേകത, മാലാഖമാരുടെ സംഗീതം ആദ്യമായിട്ട് ഭൂമിയിൽ കേൾക്കുന്ന അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത് അങ്ങനെ ദൈവപ്രസാദമുള്ളവർക്കെന്ന് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ, അത് വേറെ ചിന്താഗതി അതിനകത്ത് വരും. അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. എന്നെങ്കിലും അത് പറഞ്ഞു. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ സംഗീതം വരുന്നതും ഈശോയുടെ ജന്മസമയത്ത്. അപ്പോൾ ഇന്ന് സ്വർഗസ്വനായ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയുകയും ചെല്ലുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ അടുത്തുള്ളത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഉണ്ണീശോയുടെ സാന്നിധ്യം, ജോസഫ് പിതാവിൻ്റെ സാന്നിധ്യം, മാലാഖയുടെ സാന്നിധ്യം, പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നിഷ്കളങ്കരായ ഒരു കൂട്ടം ആടും പശുവും മാടും ഒക്കെയാണ് യേശുവിനെ സ്വീകരിക്കുന്നതിന് സ്ഥലം കൊടുത്തത്. നിഷ്കളങ്കതയുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. പാമ്പിനെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകാൻ സാധിക്കട്ടെ. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.